ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലെ ബെനിൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്താണ്. ഗാൻവിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. ക്യാപിറ്റൽ സിറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ലേക്ക് വില്ലേജ് ഉണ്ട്, അങ്ങോട്ട് പോവാണ്. ഇതേ ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് വേണം പോകാൻ. ഇതൊക്കെ ലോക്കൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ബോട്ടാണ്. വലിയ തോണി, ബോട്ട് എന്ന് പറയുന്നത് തോണി എന്ന് തന്നെ പറയാം. ആ ചെറിയ തോണി, വലിയ തോണിയൊക്കെ ഉണ്ട്. ഇതേ അങ്ങോട്ട് എല്ലാ ലോക്കൽ ആൾക്കാരും നടന്നു പോകുന്നുണ്ട്. അതിൽ കയറിയിട്ട് ആ വില്ലേജിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ആ വില്ലേജ് ഫുള്ള് ലേക്കിലാണുള്ളത്. വീടുകളൊക്കെ നിൽക്കുന്നത് പോയി കാണാം. അപ്പോൾ നമ്മൾ ബോട്ട് എടുത്തിട്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ദാ എൻ്റെ കൂടെ മലയാളീസ് എല്ലാം ഉണ്ട്. ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം. ഹായ് ശ്വേത. പിന്നെ ശ്വേത മാത്രമല്ല, വേറെ മലയാളീസ് ഒക്കെ ഉണ്ട്. ഹായ്, പേര് അഖില. അഖില. ഓക്കെ, നാട്ടിലെവിടെയാ? തൃശ്ശൂർ, ഗുരുവായൂർ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ്. ആ, ഓക്കെ. സോ ഇതിപ്പോ നമ്മൾ പോകുന്ന ഒരു ലേക്ക് വില്ലേജ് ആണല്ലേ, അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, നമ്മള് എത്ര ടൈം എടുക്കും അങ്ങോട്ട് എത്താൻ? ബോട്ടിൽ കുറെ പോകാനുണ്ട്. നമുക്ക് ബോട്ടിൽ കറങ്ങിയിട്ട് ആ വില്ലേജ് കംപ്ലീറ്റ് കാണാൻ വേണ്ടിട്ട് പറ്റും. ശരിക്കും പോർത്തോനോവ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റി. പക്ഷെ സിറ്റി എന്ന് പറഞ്ഞാലും മെയിൻ ആയിട്ടുള്ള എന്താ പറയാ, ബിൽഡിങ്സ് ആയാലും എല്ലാം ഉള്ളത് വേറെ സ്ഥലത്തല്ലേ. കോത്തനോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. നിങ്ങളൊക്കെ അവിടെ അല്ലേ കുറേ നാളുണ്ടായിരുന്നു? അപ്പോൾ കോത്തനോയിലാണ് ഉണ്ടായിരുന്നൊക്കെ. ഇവിടെ ഉണ്ടോ കുറേ തോണികളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ കുട്ടികളൊക്കെയാണ് ഈ തോണിയൊക്കെ തുഴഞ്ഞിട്ടൊക്കെ എല്ലായിടത്തേക്കും പോവുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ലോക്കൽ ആൾക്കാർ മൊത്തം പോകാൻ വേണ്ടിയിട്ടില്ല. അവരുടെ ഡ്രസ്സ് കണ്ട, ആണുങ്ങളുടെ ഡ്രസ്സും പെണ്ണുങ്ങളുടെ ഡ്രസ്സും ഒക്കെ കണ്ട, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. നല്ല രസമാണ്. എൻ്റെ മെറ്റീരിയലും അതെ, നല്ല രസമാണ്. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. ഇത്ര നേരം ഞാൻ ഇതൊന്നും ഇട്ടില്ലായിരുന്നേ. ഇപ്പം ഇതൊക്കെ എടുത്തിട്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, വേദന എടുക്കുക, ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നൊരു കാറ്റടിക്കുന്നുണ്ടെങ്കിലും പൊള്ളുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു വെതറാണുള്ളത്. ബോട്ടിൽ കയറിയിട്ടാണ്. അവിടെ വേറെ കുറേ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പേര് ജോവിൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഓക്കെ, എത്ര ആളായി? 13 കൊല്ലം. എങ്ങനെയുണ്ട് ബെനിൻ? അടിപൊളിയാണ്. ഓക്കെ, സോഫാർ എനിക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഹായ്. നല്ല ഫുഡെല്ലാം ആയിട്ടൊക്കെ കേട്ടോ ഇവർ വന്നിട്ടില്ല. ഫുഡ്, സ്നാക്ക്, വെള്ളം, വൈന്, ഇതൊക്കെ ആയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം പോവാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കയറിയിട്ടാണുള്ളത്. നോക്ക്, പെൺകുട്ടികളൊക്കെയാണ് ഇങ്ങനെ തുഴഞ്ഞിട്ടെല്ലാം വരുന്നത്. ഇത് നോക്ക്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ഒരു വില്ലേജിലൊക്കെ എല്ലാവരും ഇങ്ങനെ പിള്ളേരുൾപ്പെടെ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നു. പല ടൈപ്പ് ബോട്ടുകളൊക്കെ വരുന്നു. ഇതെല്ലാം നോക്ക്, എത്ര ചെറിയ പിള്ളേരാണെന്നറിയോ അതിലെല്ലാം പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടാ. കണ്ടോ, നോക്ക്, ആ കുഞ്ഞി പിള്ളേരാടാ, ആ കുഞ്ഞി പെൺകുട്ടിയാണ് അത് തുഴഞ്ഞിട്ട് പോകുന്നത്. എനിക്കത് വെള്ളം കാണുന്നത് തന്നെ പേടിയാണേ. അപ്പോൾ ആ ഒരു തോണിയിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന ഇവരുണ്ടല്ലോ, ഇവർ ഇവിടെ തന്നെ ജനിച്ച് വളരുമ്പോഴേ അവർക്കതെല്ലാം ഈസിയാണ്. ഈ കാണുന്നതൊക്കെ മീനിൻ്റെ കൃഷിയാണ് കേട്ടോ. ചെമ്മീൻ കൃഷിയാണോ? സാധാ മീനിൻ്റെ കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഏരിയയിലേക്ക് ഓരോ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വേലി കെട്ടിയ പോലെ ഇങ്ങനെ അവരിതാണ്ടോ ഇങ്ങനെ മറ വെച്ചിട്ട് അങ്ങനെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ലോക്കൽ ഫുഡ് എന്തൊക്കെയോ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്ക്, നല്ല ബ്രെഡും ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ വേണ്ടി പോകണം. ഇത് കിട്ടിയപ്പോൾ സമാധാനം, വിശക്കുന്നു. ആ ഒരു കൊച്ചിന് എത്ര വയസ്സായിട്ടുണ്ടാവുള്ളൂ. അത് സിമ്പിളായിട്ട് തുഴഞ്ഞു വരുന്നുണ്ടാവും വീട്ടിലേക്ക് പോകുന്നത്. നമ്മളെ നാട്ടിൽ ചെറിയ സൈക്കിൾ ഓടിച്ചിട്ട് പോകൂലേ, അതുപോലെയാണ് ഇവർ തോണി തുഴഞ്ഞിട്ട് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ട ഇങ്ങനെയാണ്. ഇവിടുത്തെ എല്ലാ വില്ലേജിലെ വീടുകളും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് വീടല്ല, ഇതിങ്ങനെ സ്ഥലമൊക്കെ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളാണ്. എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഒരു വെള്ളത്തിലിങ്ങനെ ആക്കും. ഇത് ഏതൊക്കെയോ രാജ്യത്ത് ഞാൻ എവിടെയോ കണ്ടു മറന്ന പോലെ ഒരു തോന്നലുണ്ട്. പോയി നോക്കി നോക്കട്ടെ. വായോ, എനിക്കിഷ്ടല്ല. വായോ. അണ്ട കടയിലേക്കുള്ള എൻട്രിയാ, നോക്കി പോണം. ഞാനല്ല ഇവിടെ എങ്ങനെ ജീവിക്കും, വെള്ളം പേടിയില്ല ഞാൻ. ഇത് ഇളകുന്നൊന്നുമില്ല കേട്ടോ. നോക്ക്, ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നു. ഇത് മറ്റേ ക്രാഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഇതുണ്ടല്ലോ, അതാണ്. നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാം. അവരത് ഇവിടെ ലൈവായിട്ട് തന്നെ മേക്ക് ചെയ്യുന്നേ കാണുന്നത് കേട്ടാ. ഇവിടെ കണ്ട അവർ ബോട്ടിലൊക്കെ അവരത് ക്ലീൻ ചെയ്ത് ഒട്ടിച്ച് മുത്തൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കുന്നുണ്ട.
ഇതുപോലെയൊക്കെ അവർ ആക്കും. പല ഡിസൈനിലൊക്കെ ആക്കിയിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ലൈവായിട്ട് തന്നെ ഇവിടെ കാണുന്നത്. മുത്തു പിടിപ്പിക്കുന്നല്ല. ഇവിടെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാം. സുവനീർ പോലെ. ഇത് ഇവിടത്തെ ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ, ഉദു എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഈ ഉദു എന്ന് പറയുന്ന ഫെസ്റ്റിവല് കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ കുറെ. ഉദു എന്ന് പറഞ്ഞ ഫെസ്റ്റിവല് എല്ലാ കൊല്ലവും ജനുവരിയിൽ 8, 9, 10 ഇപ്പൊ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് 3 ദിവസമായിട്ട് വലിയ ഗ്രാൻഡായിട്ട് നടന്നു. ഇവിടെ ഒരു അരീനയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ ഇതൊരു ഉദു എന്ന് പറയുന്ന ഒരു റിലീജനാണ്, ഒരു ട്രഡീഷണൽ റിലീജനാണ്. അപ്പൊ അതിന്റെ ഒരു ഫെസ്റ്റിവൽ. അപ്പം ഈ ഉദു എന്ന് പറയുന്നത് ബെനിൻ മാത്രമല്ല, വെസ്റ്റ് ആഫ്രിക്ക, ശരിക്കും സൗത്ത് അമേരിക്കയിലെ ബ്രസീൽ, കൊളംബിയ, അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 മില്യൺ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള ആൾക്കാർ അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു ഫംഗ്ഷനായിട്ട് തന്നെ ഇപ്പോൾ ഇവർ നടത്തുന്നത്. അതായത് അവർ പറയുന്നത് വെസ്റ്റേൺ റിലീജിയൻസിന്റെ ആ ഒരു ആധിപത്യം കുറയ്ക്കാൻ വേണ്ടി വുദുവിനെ പ്രൊമോട്ട് ചെയ്ത് വീണ്ടും കൊണ്ടുവരിക എന്നുള്ളൊരു ഇതുകൊണ്ടാണ് സ്പിരിച്വൽ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതെ അതെ. ഇതിനകത്തും മറ്റേ ഗുഡും ബാഡും ഉണ്ട്. അപ്പം ഇവര് ഒഫീഷ്യലി പ്രോത്സാഹിപ്പിക്കുന്നത് ഗുഡിനെയാണ്, പക്ഷെ ബാഡ് വെർഷനും ഉണ്ട് ഇതിന്റെ. ബാഡ് വെർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ദുർമന്ത്രവാദം, അത് നോർമലി വെസ്റ്റ് ആഫ്രിക്കയിലും ആഫ്രിക്കയിലും എല്ലാവിടെയും ഉണ്ടല്ലോ. ഒരു എക്സ്ട്രീം വെർഷനും ഉണ്ട്. ആ കാണുന്ന സാധനം വുദുവിന്റെ അതിനകത്ത് ശരിക്കും അവർ പറഞ്ഞ സ്പിരിറ്റ് നിന്ന് ഡാൻസ് ചെയ്ത് ഇങ്ങനെ വട്ടം കറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു സംഭവം. അതിനകത്ത് ആളില്ല ശരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ ആളെ നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോന്നും നമ്മുടെ ഒരു ഇതിൽ ഉണ്ടാവണം, പക്ഷെ അവര് പറയുന്നില്ല അതിങ്ങനെ വട്ടം കറങ്ങും. അതെനിക്ക് റിയൽ ആയിട്ട് മേ ബി ഞാൻ നെക്സ്റ്റ് ഇയർ എല്ലാം വന്നിട്ട് എനിക്ക് കാണണം. അടിപൊളിയാണ്. ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ജാനുവരിയിൽ വരാം ഞാൻ. അവിടെ കണ്ടോ അവർ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഏരിയയിൽ അവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ അപ്പുറത്തും അവിടെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഫിഷിങ് തന്നെയാണ് കേട്ടോ. പിന്നെ അവരിപ്പോൾ ഫിഷിങ് ചെയ്തിട്ട് ഇവിടെ പുറത്തേക്ക് പോകുന്നില്ല. ലൈക്ക് ഈ വില്ലേജിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് ഹോസ്പിറ്റൽ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അത് കാണാം. സോ അവരെ ആകെ പോകുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് കരയിലേക്ക് പോകുന്നത് ജസ്റ്റ് ഒരു ഇതായിട്ട് മാത്രം, എന്ന് വെച്ചാൽ എന്താ പറയാ, മീന് വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ അങ്ങോട്ട് പോകാന്നാണ് പറയുന്നത്. ഈ കാണുന്നത് അവരുടെ ബ്യൂട്ടി പാർലറാണ് കേട്ടോ. മുടിയെല്ലാം സെറ്റാക്കുന്നത് കണ്ടോ, മുടി വെട്ടുന്നുണ്ടോ, മുടി ഹെയർ എല്ലാം അവരിങ്ങനെ ബ്രൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഓരോ വീടുകളാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങുന്ന പോലെ തന്നെ അവർ ബോട്ട് എടുത്തിട്ട് ഇറങ്ങും. അതുകൊണ്ടാണ് അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ഇത് നീന്തലും അറിയുന്നുണ്ടാവും, പിന്നെ ഇങ്ങനെ തോണിയൊക്കെ തുഴഞ്ഞു പോകാനൊക്കെ അറിയുന്നുണ്ടാവും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വൈൻ ഷോപ്പാണ് കേട്ടോ. നമുക്ക് ലിക്കർ ഇതൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. അതായത് സാധാരണ നമ്മളെ കരയിലുള്ള എന്തൊക്കെയാണോ അത് തന്നെയാണ് ഇവിടെ വെള്ളത്തിലുള്ളത് അല്ലേ. ഇത് വെള്ളത്തിലാണ്, മറ്റേ കരയിലാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഇവിടെ അവർക്ക് ഈ ഒരു ഐഡിയ വന്നേ? വല്ല ഐഡിയ ഉണ്ടോ അതിനെ പറ്റി? അതായത് ഈ പണ്ട് ഈ 16ാം സെഞ്ചുറി 16th 17th സെഞ്ചുറിയിൽ ഈ ബെനിൻ ഭരിച്ചുകൊണ്ടിരുന്ന ശരിക്കും ഫോം കിങ്ഡവും ദഹോമേ എന്നും പറഞ്ഞത്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ അത്യാവശ്യം ഒരു ആരോഗ്യമുള്ളവരെ പിടിച്ച് യൂറോപ്യൻ അടിമ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അവരെ പിടിച്ചുകൊണ്ട് പോയി വിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ ശരിക്കും പറഞ്ഞാൽ ലേക്കിന്റെ കരയോട് ചേർന്ന് താമസിച്ചിരുന്നവരാണ്. അന്ന് ഒരു ഫിഷർമാൻ ജോലിയൊക്കെ ചെയ്യുന്നവർ തന്നെ. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിൽ നിന്ന് പിടിച്ചോണ്ട് പോയിരിക്കും. അവനെ രക്ഷപ്പെടാൻ വേണ്ടി അവര് ഇതിനകത്തോട്ട് വന്ന് താമസമായി. അപ്പോൾ ഈ ബെനിൻ ആൾക്കാർക്ക് ഒരു കോമൺ വിശ്വാസമുണ്ട്, ഈ വെള്ളത്തിനകത്ത് ഈ സ്പിരിച്വൽ പവറുകളുണ്ട്. ഇതിനകത്ത് വന്ന ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ അത് അവരെ ദോഷമായിട്ട് അഫക്ട് ചെയ്യുന്നുള്ള ഇതുകൊണ്ട് ഇവരെ പിടിക്കാതെ വിട്ടു. അങ്ങനെ അന്നത്തെ കാലത്ത് ഏതോ 10,000 ആൾക്കാരൊക്കെ വന്നു. ഇപ്പോൾ ഒരു 50,000-ഓളം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ ഗവൺമെന്റ് അത് ശരിക്കും പ്രൊമോട്ട് ചെയ്തു. ഇവരോട് പലതവണ ഗവൺമെന്റ് പറഞ്ഞാണ് നിങ്ങൾക്ക് ടൗണിൽ താമസിക്കാൻ സ്ഥലം പറഞ്ഞു തരാം. പക്ഷേ ഇവരുടെ അന്നത്തെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ പിന്നെ അവർ തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ സ്കൂള്, ഹോസ്പിറ്റല്, പള്ളി, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, സെമിത്തേരി എല്ലാം ഉണ്ട്. സെമിത്തേരി എന്ന് പറയുമ്പോൾ എങ്ങനെയാണപ്പോ? സെമിത്തേരി ഇങ്ങനെ വെള്ളത്തിനകത്ത് പോകുമ്പോൾ കാണിച്ചു തരാം. വെള്ളത്തിനകത്ത് മണ്ണിട്ട് പൊക്കിയിട്ട് സെമിത്തേരി കാണാം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടോ. കാരണം സെമിത്തേരി എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെ മണ്ണിൽ അടിയിലുള്ളതാക്കുന്ന ഒരു സംഭവം അല്ലേ. ഇതിന് ആഴമൊന്നും അധികം ഇല്ല. അധികം ആഴമൊന്നും ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഇതാണ്ടോ നോക്ക്, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇവിടുത്തെ കടകളാണ് ഈ കാണുന്നത്. നോക്ക് അവർ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീട്ടിലും വണ്ടി കിടക്കുന്ന പോലെ എല്ലാവിടെയും തോണി കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഷീറ്റ് ഇട്ട വീടുകളൊക്കെ എന്തോ ഗവൺമെന്റ് ആണ് അവർ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്.
എന്താണ് ഗവൺമെന്റ് ആണ് എന്തോ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഈ ഷീറ്റിട്ട വീടുകൾ? ചില വീടുകൾ ഇവിടുത്തെ ഗവൺമെന്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില കമ്പനികൾ, പ്രൈവറ്റ് കമ്പനികൾ സ്പോൺസർ ചെയ്ത വീടുകളുണ്ട് ഇവിടെ. പക്ഷെ അതിലൊന്നും ആരും താമസിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ആൾക്കാർ മാറി തുടങ്ങുന്നുള്ളൂ. പിന്നെ നമ്മുടെ കമ്പനിയാണ് MTN തന്നെ ഇവിടെ ഒരു സ്കൂൾ പണിത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂളിന് വേണ്ടി നമ്മൾ മറ്റേ ഈ കണ്ട എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. മാർക്കറ്റ് ഉൾപ്പെടെ ഇല്ലാത്തൊന്നുമില്ല. കണ്ട അവര് പഴം വിൽക്കുന്നത് നോക്ക്, അടിപൊളി. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആട്ടോ അവര് ഇവിടെ ജീവിക്കുന്നത്. ഇത് കണ്ട അവര് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ഓരോ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടോ പഴം വിൽക്കുന്നത്, അവരോരോ ഫുഡ് ഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്നത്. അവരുടെ പ്രധാന ഭക്ഷണം ഫുഡ് തന്നെയാണ് കേട്ടോ. അത് കുഞ്ഞു കുട്ടികളൊക്കെയാണ് കേട്ടോ ആക്ച്വലി അത് അവർ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നതും പോകുന്നതൊക്കെ ഓരോ വീടിൻ്റെ മുന്നിൽ കൂടെ പോയിട്ട് അതിങ്ങനെ വിൽക്കും. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിൽ എങ്ങാണ്ടോ തോണിയിൽ പോയിട്ട് ആരോ വിൽക്കുന്നതൊക്കെ ആരോ 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ആ കാണുന്നത് എന്താണെന്നറിയോ, കറണ്ടിൻ്റെ കമ്പിയാണ്. അതായത് വെള്ളത്തിലാണ് ഇതാക്കുന്നത്. അതെങ്ങനെ ഇതിൻ്റെ പ്രവർത്തനം അതൊന്നും എനിക്ക് മനസ്സിലാണ്. ഞാൻ ആകെ കിളി പോയിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കറണ്ടിൻ്റെ ഇതാകുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വായല് ഫുഡാണ് അല്ലേ, കേക്കാണ് കഴിച്ചോണ്ടിരിക്ക. ഇതൊന്ന് നോക്കിയേ, ആ ഒരു കൊച്ചു പയ്യനാണ് ഇവരെ കൊണ്ടുപോകുന്നത് കേട്ടോ. അതാണ് അവൻ അതിൻ്റെ വണ്ടീൻ്റെ ഡ്രൈവർ പോലെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്ക് നോക്ക് എന്താ ആ ഒരു കൊച്ചുങ്ങൾക്കൊന്നൊരു പേടി പോലും ഇല്ല, പേടിയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവരിങ്ങനെ റിലാക്സ് ചെയ്തിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തേക്കും. ഓക്കെ, എങ്ങനെ അപ്പൊ കറണ്ട് അല്ലാതെ ഇങ്ങനെ ഈ വെള്ളത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? കറണ്ട് വെള്ളത്തിൽ പ്രവർത്തിക്കുന്ന കേബിൾ ഇൻസുലേറ്റഡ് കേബിളാണ്. അത് വെള്ളത്തിനകത്തോട് നമ്മൾ പാസ് ചെയ്ത് പോകുന്ന ടൈപ്പ് കേബിളാണ്. അത് കറണ്ട് ഉണ്ട്, ഫൈബർ ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് എല്ലാം ഇൻസുലേറ്റഡ്. അതായത് വെള്ളമായിട്ട് അഫക്റ്റ് ആവുക അല്ലാത്ത ടൈപ്പ് വെള്ളത്തിനടിയിൽ കൂടെ തന്നെ പാസ് ചെയ്ത് പോകും. അങ്ങനത്തെ വെള്ളത്തിനടിയിൽ കൂടെ വലിച്ചേക്കും. ഇവിടെ നോക്ക്, ഫുൾ ഇങ്ങനത്തെ വീടുകൾ തന്നെയാണ് കേട്ടോ. അവരിങ്ങനെ പുറത്തിരിക്കുന്നത്. ഇവർക്കെല്ലാം ചൂടെടുക്കുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉള്ളിലൊക്കെ ഫാൻ ഉണ്ടോ, AC ഉണ്ടോ, എന്തൊക്കെ സംശയങ്ങളാണ് എനിക്ക്. കായ് തരാനാ? കോഴിയാ? കോഴി ഫാം. ആ ഇവിടെ ഇപ്പൊ ലാൻഡ് വന്നല്ലോ. മണ്ണിട്ട് പൊക്കിയല്ലേ? ഓ അപ്പൊ അങ്ങനെ കോഴീന്റെ ഫാം വന്ന്. ഓ അങ്ങനെ. അപ്പൊ ഇവരുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇവർ കൂടുതലും വെള്ളത്തിൽ തന്നെയാണ് എല്ലാ വേസ്റ്റും കുളിക്കുന്നൊക്കെ എല്ലാം ഈ വെള്ളത്തിൽ തന്നെ. കുടിക്കാൻ വേണ്ടി മാത്രം ഇവർക്ക് വെള്ളത്തിന്റെ സപ്ലൈ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. അതാണ് കാരണം ഇത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഷോപ്പുകളുണ്ട്. കുടിക്കുന്ന വെള്ളം സപ്ലൈ ചെയ്യുന്ന ഷോപ്പുകളുണ്ട്. പോകുന്ന വഴിക്ക് കാണാം. അപ്പൊ വെള്ളം മാത്രം അവര് വേറെ സ്ഥലത്ത്, കാരണം ഈ കളർ തന്നെ ഒരു ഗ്രീൻ കളർ അല്ലേ അവര്. അത് ഈ വേസ്റ്റ് വരുന്നതുകൊണ്ടാണ് കുടിക്കാനുള്ള വെള്ളം അവർ വേറെ കൊണ്ടുവരുന്നത്. ഈ വീടുകളൊക്കെ എന്ന് പറയുന്നത് വളരെ ചെറിയ വീടുകളാണ് കേട്ടോ. ഇപ്പോഴാണ് ഗവൺമെന്റ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഇവർക്ക് ഇങ്ങനത്തെ എന്താ പറയാ വലിയ വീടുകളൊക്കെ ആക്കി തുടങ്ങി. അതായത് വലിയ വീടെന്ന് ഉദ്ദേശിച്ചത് ആ മുകളിൽ ആ ഒരു തട്ടൊക്കെ കണ്ടില്ല, ആ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട്. മറ്റേത് അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവൂല. ഞാൻ ആലോചിക്കുന്നതല്ല, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി കളിക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ചാടി പോകൂലേ? കാരണം വെള്ളത്തിനധികം ആഴമൊന്നുമില്ല. നമ്മൾ വീണാൽ പോലും അത്രയൊന്നും പറ്റൂല. പക്ഷെ എന്നാലും എന്താ പറയുക, കുഞ്ഞു കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫ്രെയിം നോക്കി എന്ത് രസമാണ് അവരിങ്ങനെ ഇതാക്കി പോകുന്നു. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു വില്ലേജ് കേട്ടോ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഏതൊക്കെയോ രാജ്യങ്ങളിൽ ഇങ്ങനെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ തായ്ലൻഡിലൊക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യലാണ്. ഇതെന്ന് പറഞ്ഞാൽ അവരിവിടെ ഡെയിലി ജീവിക്കുന്ന ആൾക്കാരാണ്. നോർമലി എല്ലാ ദിവസവും ഇങ്ങനെയാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു ദിവസം ജീവിക്കുന്ന ആൾക്കാരല്ല, എപ്പോഴും അവരിവിടെ തന്നെ ജീവിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടോ നോക്കിയേ, ഓ വല്ലാത്ത ലൈഫ് തന്നെ കേട്ടോ. എല്ലാ കച്ചവടം ചെയ്യുന്നുണ്ടാവും. ആ കാണുന്നത് ഇവിടുത്തെ ഡാൻസ് ക്ലബ്ബാണ്. ഇവർക്ക് പബ്ബും പാർട്ടിയും വരെ ഉണ്ട്. ഇവിടെ ഇനി ഇല്ലാത്തൊന്നും ഇല്ല കേട്ടോ. ഹോസ്പിറ്റല്, സ്കൂള്. അയ്യോ ഈ വീടൊക്കെ നോക്ക്. അയ്യോ നോക്കിയേ, ചെറിയ ഇതാണ് കേട്ടോ. ചെറിയ വീടാണ് ഈ കാണുന്നത്. അങ്ങ് ഉള്ളിലേക്കൊക്കെ കണ്ട ആ വീടുകളൊക്കെ നോക്ക്. ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര ഇതാ. അപ്പം അതാണ് ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഭയങ്കര ചീഞ്ഞതായിട്ട് ഇരിക്കുന്നത് കണ്ടോ കംപ്ലീറ്റ്. അപ്പോൾ ഇവർ ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് അതിന്റെ വേസ്റ്റ് ഒക്കെ എന്താ ചെയ്യാ? വെള്ളത്തിലേക്ക്. അപ്പൊ വെള്ളം ഒരു കുറച്ച് നാൾ കൂടെ ഇവർ ഇവിടെ അത്ര അധികം ആളുകൾ ജീവിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഡേർട്ടി ആയി മാറും. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ മഴക്കാലം ആകുമ്പോൾ വീണ്ടും വെള്ളം വന്ന് ഈ വെള്ളം ഏതെങ്കിലും കടലിലേക്ക് ഒഴുകുന്നുണ്ടോ? ഈ വെള്ളം ഇവിടുന്ന് ഡയറക്റ്റ് കണക്ട് ആയിട്ടില്ല. പക്ഷെ പൊട്ടനോവോ എത്തിയിട്ട് അവിടുന്ന് കടലുമായിട്ട് കണക്ഷൻ ഉണ്ട്, ചെറിയൊരു കണക്ഷൻ.
അങ്ങനെ വലിയൊരു ഒഴുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അതൊരു ചെറുതിനാണല്ലോ വലുതിലേക്ക് എത്തുന്നത്. പിന്നെ ദേ ആ പക്ഷെ അപ്പൊ ഇതിന് ഗവൺമെന്റ് അതിന് ഒന്നും ചെയ്യുന്നില്ല, ലൈക്ക് ഗവൺമെന്റ് അതിന് വേണ്ടിട്ടായിട്ട് പ്ലാന്റേഷനും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇവര് എന്താ പ്രൊജക്റ്റ് ഒക്കെ ഉണ്ട്. അവർക്ക് വെള്ളം കിട്ടുന്നതാണ് തോന്നുന്നത് അല്ലേ? കുടിവെള്ളം കിട്ടുന്നതാണ് കേട്ടോ. കുടിവെള്ളം കിട്ടുന്നതാണ് ഈ കാണുന്നത് കണ്ടോ. അവരിങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കാണ് വെള്ളം കിട്ടാനായിട്ടുള്ളത് കേട്ടോ. നോക്കിയേ കണ്ടോ. അപ്പൊ അതിലിങ്ങനെ ഇതില് വരുവാണ് എന്താ പറയാ, ഇങ്ങനെ ഓരോ പാത്രമായിട്ട് അവരിങ്ങനെ ഓരോ വീട്ടിൽ ക്യൂ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അതും കൂടുതലും കുട്ടികളൊക്കെയാണ് ഈ ക്യൂ നിൽക്കുന്നത് കേട്ടാ. വേണ്ട ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. കുട്ടികളൊക്കെ അവർക്ക് ചിലപ്പോൾ പൈസയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. കേട്ടോ ഈ ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ ഈ ഫുള്ളിങ്ങനെ കാണുന്നത്. അതുകൊണ്ടോ സ്കൂളൊക്കെ വിട്ടിട്ട് തിരിച്ചു വരുന്നവർക്ക് നിലം തൊടാണ്ട് ഫുൾ ടൈം വെള്ളത്തിൽ. ഓ വല്ലാത്ത ലൈഫില്ലേ. അത് ഞാൻ ആലോചിക്കുന്നു. നമുക്കിങ്ങനെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇതാവൂലേ. അവർക്കത് യൂസ്ഡ് ആയിട്ടുണ്ടാവും ജനിക്കുമ്പോൾ തൊട്ടുകൂടെ ഉണ്ട്. പക്ഷെ എന്നാലും ആലോചിച്ച് നിലം തൊടാണ്ട് ഇവരൊക്കെ എന്ത് കളിയായിരിക്കും കളിക്കുന്നത്. അല്ല ഇവരെന്ത് ഗെയിംസ് ഒക്കെ കളിക്കുക? കാരണം ഫുൾ ടൈം വെള്ളം. ഇത് എന്ത് ഗെയിംസ് അവർ കളിക്കുക? മണ്ണിൽ ഓടി കളിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അങ്ങനെ ആയിരിക്കും ഫുൾ ടൈം. ഓ അങ്ങനെ ഓക്കെ. അങ്ങനെ ഈ വെള്ളത്തിൽ അവർ ചാടും. ആ വെള്ളത്തിൽ ചാടി കളിക്കും. പിന്നെ കഴിഞ്ഞ ഇവിടെ വന്നപ്പോൾ 5-6 പിള്ളേർ നമ്മുടെ നാട്ടിലെ വള്ളംകളി പോലെ തൊഴിലുണ്ടായിരുന്നോ? ഇവിടെ നോക്ക് ഓലയെല്ലാം കൊണ്ടുവന്നിട്ടാ. വേണ്ട ആ വീട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഓലയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ. ഇവിടെയൊക്കെ ഏതൊക്കെ വീട്ടിൽ ആൾത്താമസം ഉള്ളത് ഇല്ലാത്തതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നോക്ക് അവര് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർ കുറച്ച് റൂഡാവുന്നു. ബാക്കി ഈ ഒരു അത്രയും ഉള്ളിലേക്കുള്ള ആൾക്കാരായതുകൊണ്ടാണ് അവർ കുറച്ച് സീനാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ഗവൺമെൻറ് ഇവിടുത്തെ ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ പോയില്ലേ, അത് ആ ഒരു സംഭവം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുണ്ടാക്കി കൊടുത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ചില സ്ഥലത്ത് മണ്ണ് പൊക്കി കെട്ടിയിട്ട് അവർക്ക് മണ്ണുണ്ട്. അപ്പം അങ്ങനെ അവർ കളിക്കുന്നു. ഞാൻ ചോദിക്കുന്നു ഇവരൊക്കെ എന്ത് ഗെയിംസാണ് കളിക്കുക എന്നുള്ളതൊക്കെ. കാരണം എൻ്റെ ഓരോ സംശയങ്ങളേ. കാരണം ഫുള്ളിങ്ങനെ വെള്ളത്തിലാവുന്ന സമയത്ത് അവരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എനിക്കറിയണ്ടേ. ഈ കാണുന്നത് ഇവിടുത്തെ സെമിത്തേരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് മണ്ണ് കൂടുതലുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അവിടെയാണ് അവർ അടക്കം ചെയ്യുന്നത് മരിച്ച ആളുകളെയൊക്കെ. അവിടെ കണ്ടോ ഈ ഒരു അറ്റ എത്തിയപ്പോഴേക്കും കര വന്നു. അപ്പോൾ ആ കരയിലാണ് സ്കൂള് കാര്യങ്ങളൊക്കെ കണ്ടോ. ആ വീട് ബിൽഡിംഗ് ഒക്കെ അവർ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരുടെയും വെള്ളമാണ്. പക്ഷെ ഒരു സൈഡ് എത്തിയപ്പോഴേക്കും കുറച്ച് ഭാഗം ആ ഒരു സ്കൂളിനും അങ്ങനെ ഇതിനു വേണ്ടി മാത്രം ആ ഒരു ഏരിയയിൽ വെള്ളം ഇവർ മണ്ണ് പൊക്കി കെട്ടിയതാണ്. മണ്ണിട്ട് വെള്ളം മൂടിയതാണ് കേട്ടോ. നമ്മൾ ഇതാ ലേക്ക് വില്ലേജിൽ വന്നിട്ട് കരയിലേക്ക് ഇറങ്ങി മണ്ണിട്ട് ഹൈ ആക്കിയിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഉള്ളത്. കണ്ടോ ഇവിടെ എല്ലാം പ്രായ വ്യത്യാസമില്ലാത്ത ആൾക്കാരാണ് ആ വീടൊക്കെ പണി നടക്കുന്നത്. ഇവിടെ നോക്ക് കുട്ടികളാണ് ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ അവർ ഇതാക്കുന്നത് കേട്ടോ. ഞാൻ മിഠായി ഇതൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചാൽ പക്ഷെ ഞാൻ വിട്ടുപോയി. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവള് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ ഓർക്കുന്നുണ്ടോ അറിയില്ല. ലൈക്ക് വീഡിയോ കണ്ടവർക്കറിയാം. അതിൽ കുട്ടികൾക്ക് ഞാൻ മിഠായി കൊടുക്കുമ്പോൾ അവരെല്ലാവരും കൂടെ എന്നെ പൊതിഞ്ഞ് എൻ്റെ കൈയൊക്കെ മുറിഞ്ഞായിരുന്നു കേട്ടോ. അവർ പിടിച്ച് വലിച്ചിട്ടൊക്കെ ഉണ്ടോ. അതേ ചെറിയ കുട്ടികളാണ് പണിയെടുക്കുന്നത്. നമുക്ക് എത്ര ചെറിയ കുട്ടികളാണ് പണിയെടുക്കുന്നത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അവിടെ അത്രയധികം കുട്ടികളാണ്. അപ്പോൾ അവർക്ക് തികയാത്തതുകൊണ്ട് അവർ പിടിച്ചു വലിക്കും. അവിടെ ദൂരെ JCB ഒക്കെ വെച്ചിട്ട് കണ്ടോ പണി നടക്കുന്നത്. അത് ഇവിടുത്തെ ആളുകൾക്ക് ഹോസ്പിറ്റല് ഗവൺമെൻറ് കെട്ടി കൊടുക്കുന്നതാണ് കാണുന്നത്. കുറേ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് കണ്ടപ്പോ കൂർക്കയാന്ന് വിചാരിച്ച്. കൂർക്കയില്ലേ? കൂർക്കറിയില്ലേ? നല്ല ദൂരം ഒന്നും ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. നമ്മളെ നാട്ടില് കൂർക്കയല്ല ഇങ്ങനെ വെക്കുന്നേ. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ പൊളിച്ച്. ഇത് എന്ത് പുളിയാ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇതുവരെ ഞാനത് കണ്ടിട്ടും കേട്ടിട്ടും കഴിച്ചിട്ടില്ലേ. കഴിച്ചു കറക്റ്റ് വാളംപുളീന്റെ അതേ ടേസ്റ്റ്. ടെക്സ്ചർ വേറെയാ. വാളംപുളീന്റെ ടേസ്റ്റ് അല്ല. ടേസ്റ്റ് ഉണ്ട് പക്ഷെ ടെക്സ്ചർ വേറെയാ. ഇതിങ്ങനെ അലിഞ്ഞു പോണ്ട. ആ പുളിയുടെ ടേസ്റ്റ് വാളംപുളിന്റെ അതല്ല പിന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ ആ ടെക്സ്ചർ നോക്ക് വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു ടെക്സ്ചർ കേട്ടോ. ആ കാണുന്നത് ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ. നമുക്ക് സ്കൂളിനോട് അടുത്ത് തന്നെ ചേർന്ന വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും ഈ സ്കൂളിലായിരിക്കും അല്ലേ പഠിക്കുന്നുണ്ടാവുക. അതെ
ഇവിടുന്ന് ആരും തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പുറത്തെ കരയിൽ പോയിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഈ വാട്ടർ വില്ലേജിൽ തന്നെ അവർക്ക് ഹോസ്പിറ്റല്, സ്കൂള്, എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും അവർക്ക് ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ വലിയ കണ്ടെയ്നർ കൊണ്ടുപോകില്ലേ, അതുപോലെ വലിയ തോണിയിൽ അവരിങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു മീനിന്റെ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സാധനമാണ്. കുറെ കഴിയുമ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടാവും. അത് ആ ഫിഷിന്റെ ഇത് സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധനല്ലേ? ചെറിയ കുഞ്ഞുങ്ങളെ പിടിച്ചിടും, അത് സെപ്പറേറ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് വെക്കും. വീഡിയോ എടുത്തിട്ടുണ്ടായി മീൻ കുഞ്ഞുങ്ങളുണ്ട്, അതിനെ റൗണ്ട് ചെയ്ത് അപ്പോൾ ഒരു തണലുമാണ്. ഇത് വെള്ളത്തിൽ വലിയ താഴ്ചയില്ലാത്തതുകൊണ്ട് ഇത് കുത്തുന്നുള്ളതിൻ്റെ ഒരു തണലും ഉണ്ടാവും. അപ്പോൾ മീൻ കൂടുതൽ ആ ഭാഗത്ത് തന്നെ നിൽക്കും. ഓ അങ്ങനെ. ഇവിടെ നോക്കുക, അവര് രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം അതൊരു മില്ലാണേ കണ്ടോ. ആ മില്ലിൽ കണ്ടോ, ആ കുട്ടിയാണ് ആ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. നോർമലി എന്തൊക്കെ കരയിലുണ്ട് അതൊക്കെ വെള്ളത്തിൽ, അത്രേ മാറ്റുള്ളൂ. ആ ഒരു വീടിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടത് ഒരാൾ ടൈലറിങ് ആയിട്ട് ഇങ്ങനെ തുന്നൽ മെഷീൻ എടുത്ത് തുന്നിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് കരഭാഗം കാണുന്നുണ്ട്. ആ കരയിൽ ആരോ മരണപ്പെട്ടതിൻ്റെ ഫ്യൂണറൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടക്കം കഴിഞ്ഞിട്ട് ഇത് അടക്കിയത് ആ നേരത്തെ കണ്ട സിമെട്രി ഉണ്ടല്ലോ, ആ സെമിത്തേരിയിലാണ് നേരത്തെ അടക്കം ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെ ഓരോ കടകളാണ്, ഓരോ ആവശ്യങ്ങൾക്കുള്ള കടകളൊക്കെയാണ് കാണുന്നത്. ഈ ഒരു കൊച്ചിതാ ഫുഡ് എന്തോ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നെയാന്ന് തോന്നുന്നു. എല്ലാവരുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് തോണിയിലുള്ള യാത്രയാണ് കേട്ടോ. നോക്ക്, ഇതൊക്കെ എത്രയോ ചെറുതാണേ കണ്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർക്ക് വേറെ തന്നെ ഭാഷയാണ് കേട്ടോ. അവർ ഫ്രാൻസ് അല്ല സംസാരിക്കുന്നത്, വേറെ ഏതോ ഒരു ഭാഷയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ചീത്ത വിളിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവാൻ പോകുന്നില്ല കേട്ടോ. അവരൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കടന്നേക്കാം. ഫുൾ എയർ സർക്കുലേഷനാണ്. കാരണം ഫുൾ ഇങ്ങനെ ഒരു കായലായതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നല്ല സുഖാട്ടാ. ഓക്കെ അവിടെ പിന്നെ ജനലൊക്കെ കംപ്ലീറ്റ്ലി ഫുൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സർക്കുലേഷൻ ഉണ്ട്. അതിനിടയിൽ അവിടെ എല്ലാം അവർ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. സുഖം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ മീനുണ്ട്. നേരെ വീടിൻ്റെ മുന്നിൽ ഇരിക്കുക, മീൻ പിടിക്കുക, അങ്ങനെ കഴിക്കുക. അതന്നെ. ഇവിടെ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? ഫ്രാൻസ് അല്ലല്ലോ സംസാരിക്കുന്നത്. ഫ്രഞ്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. നമ്മൾ നല്ല ഇംഗ്ലീഷ് പോലെ ഇവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് തൊഫെ. അതാണോ ഈ വില്ലേജിലെയും എല്ലാ വില്ലേജിലെ ആൾക്കാർ സംസാരിക്കുന്നത്? തൊഫെ. അല്ലാതെ സിറ്റിയിലൊക്കെ എങ്ങനെ എന്താ സംസാരിക്കുന്ന ഫോ എന്ന് പറയും. ഫോ ഇവിടെ ഏകദേശം 10-25-30 ലാംഗ്വേജുകളും ഉണ്ട്. ചെറിയൊരു കൺട്രി തന്നെ ഓരോ റീജിയൻ മാറുന്നോറും മാറിയുണ്ട്. ഇപ്പൊ നോർത്ത് സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് കൊട്ടോണുള്ളവർക്ക് അറിയില്ല. ഓക്കെ, അങ്ങനെ നമ്മളെ ഇന്ത്യ പോലെ. ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജും കേരളത്തിന്റെ സൈസ് ഉള്ള ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രാജ്യത്തിന് 15 മില്യൺ പോപ്പുലേഷൻ, 1.5 കോടി ജനം. 1.5 കോടി ജനത്തിന് 30 ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, അങ്ങനെ. ഇവരുടെ ഡ്രസ്സിങ് എല്ലാം ഭയങ്കര കളർഫുൾ ആണല്ലേ. നോക്ക്, ആണുങ്ങളുടെ ആയാലും പെണ്ണുങ്ങളുടെ ആയാലും ഡ്രസ്സ് എപ്പോഴും ഭയങ്കര രസമായിരിക്കും. ഒരേപോലെ ഇരിക്കും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ കാണാനായിട്ട് ഡ്രസ്സിങ്. ഓക്കെ, ഈ ഡ്രസ്സിന്റെ 80% വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന്. ഓ, നമ്മുടെ നാട്ടിൽ നിന്നാ? ഓ, അടിപൊളി. ഇതുണ്ടോ, ഓപ്പൺ ആയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന. നമ്മളെ നാട്ടിലെ KSRTC ഒക്കെ ഇല്ലേ, അതുപോലെ വലിയ വലിയ ട്രാൻസ്പോർട്ടേഷൻ പോകില്ലേ, അതുപോലെയാണ് അവർ പോകുന്നത്. ഒരു വണ്ടിയിൽ തന്നെ ഇഷ്ടംപോലെ ആളുകളൊക്കെ ആയിട്ട് അവർ ചിലപ്പോൾ അങ്ങ് ദൂരേന്ന് വരുന്നതായിരിക്കും. ഇത് ലോങ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. അങ്ങനത്തെ വില്ലേജ് പോയിട്ട് ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വേറെ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. ബ്രൂണൈ എന്ന് പറഞ്ഞ രാജ്യത്തുണ്ട് തോന്നുന്നു, നൈജീരിയയിലുണ്ടെന്ന് തോന്നുന്നു. നൈജീരിയ ഇവിടെ തൊട്ടപ്പുറയാ, പക്ഷേ നൈജീരിയ വിസ ഇല്ല. പിന്നെ ഓൾറെഡി സൂൺ ഞാൻ നാട്ടിലേക്ക് പോവുകയും ചെയ്യും, അതുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഏതൊക്കെ ഒരു രാജ്യത്തുണ്ട് ഇത് കേട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അവിടെ കണ്ടോ ഓരോ കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾക്കാർ. റെസ്റ്റോറൻ്റ് ഒക്കെയാണ് കാണുന്നത്, ലൈക്ക് ഒരു സ്ട്രീറ്റ് ഫുഡ് അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എല്ലാവരും ഒന്നും വരൂല കേട്ടോ ഇങ്ങോട്ട്. ഇതൊക്കെ ഇവരുടെ ഈ ഡ്രസ്സൊക്കെ ഉണ്ടോ ഒരേപോലെയൊക്കെ ഇട്ടിട്ട് അവരൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇട്ടേക്കുന്നത്. ഭയങ്കര രസം അവരുടെ ഡ്രസ്സിങ്. എനിക്ക് ബെനിൻ നല്ല പോലെ ഇഷ്ടപ്പെട്ടെ, അടിപൊളിയാണ്. എല്ലാം കുറച്ച് വെറൈറ്റിയാണ്. ഡ്രസ്സിങ് ആണെങ്കിലും ആണുങ്ങളൊക്കെ കണ്ടുവിട്ടേക്കുന്ന ഒരേപോലത്തെ ഡ്രസ്സുകൾ, എല്ലാവരും ഇടുന്ന ഒരു വെറൈറ്റി ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകളാണ്. ഭയങ്കര അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ഞാൻ ലേറ്റ് ആയ ടൈമിലാണ് വന്ന്. ബാക്കിയുള്ള വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യത്തു നിന്നും വ്യത്യസ്തമായ രാജ്യമാണ് ബെനിൻ കേട്ടോ. ഇപ്പം ഇവിടെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സിറ്റിയിലാണെങ്കിൽ അത്യാവശ്യം ഫുൾ ഡെവലപ്പും ക്ലീനും ഒക്കെ ആയിട്ടാണുള്ളത്. നോക്ക്,
ആഫ്രിക്കയെന്ന് തന്നെ തോന്നൂല, അത്രയും ഡെവലപ്പ് ആയിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇതിന് എന്തോ ഒരു ബിഹൈൻഡ് ദ സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി നമുക്ക് ഇവിടെയുള്ള മലയാളീസിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ ചരിത്രം എല്ലാം ചോദിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സിറ്റി നല്ല ക്ലീൻ അല്ലേ, അടിപൊളി. ഇവർക്ക് അടിപൊളി ആക്കാൻ പറ്റും. ഇങ്ങനെ ചെറിയ രാജ്യം, ഒരുപാട് ആളുകളില്ല അല്ലേ, ഈസിയാണ് അവർക്ക്. അതാ പറഞ്ഞത്, അത് ഈസി എന്ന് ഉദ്ദേശിച്ചത് ലൈക്ക് ഒരു പോപ്പുലേഷനുള്ള കൺട്രി അല്ല, അത്രയും വലിയ കൺട്രി അല്ല, ചെറിയ സ്പേസും ചെറിയ ഇതേ ഉള്ളൂ. ഹായ്, നമസ്കാരം. ഇതെല്ലാം ഇവിടെയുള്ള മലയാളികളാണ് കേട്ടോ. വേൾഡ് മലയാളി ഫെഡറേഷന്റെ ആളുകളാണ്. എന്ന് വെച്ചാൽ ലോകത്തെ ഓൾമോസ്റ്റ് എത്ര കൺട്രിയിലാ, 167 കൺട്രികളിൽ മലയാളികളുണ്ട്. അപ്പോൾ ഈ അവിടെ എല്ലാ അസോസിയേഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അവിടെയൊക്കെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഇവര് എന്താ പറയാ, അതിന്റെയൊക്കെ അസോസിയേഷന്റെ ആളുകളാണല്ലേ. പേര് ഹരീഷ് നായർ. ഹരീഷ് നായർ. ഓക്കെ. ഇവിടെ എത്ര നാളായി? ഇവിടെ 12 വർഷമായി. 12 വർഷമായി. എങ്ങനെ പോകുന്നു ഇവിടുത്തെ ലൈഫ്? കുഴപ്പമൊന്നുമില്ല. ബെനിൻ നല്ല രാജ്യമാണ്. ഓക്കെ. എനിക്ക് നല്ലതാണ്, ഇതുവരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ബെനിൻ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ആഫ്രിക്ക. അതായത് ആഫ്രിക്കയിൽ ഇപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ആഫ്രിക്കയിലെ 6ാമത്തെ ക്ലീനസ്റ്റ് സിറ്റി എന്നാണ് പറയുന്നത്. വെസ്റ്റ് ആഫ്രിക്കയിലെ നമ്പർ 1 ക്ലീനസ്റ്റ് സിറ്റിയാണ് ബെനിൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡെവലപ്മെന്റ് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഇവിടുത്തെ വളരെ നല്ല രീതിയിലാണ് ഗവൺമെന്റ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ റോഡും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെ ഏതോ നമ്മൾ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നിൽക്കുന്ന ഒരു പ്രതീതി അല്ല ഇവിടെ ഒന്ന് നോക്കുന്നത്. ആ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഉണ്ടോ? അതെ, ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ട്. ഈവൻ ഓരോ ബിൽഡിംഗ് പുതിയ കൺസ്ട്രക്ഷനിലൊക്കെയാണ്. അത് അമേരിക്കൻ എംബസിയാണ്. അതെ, അമേരിക്കൻ എംബസി. ഇതെല്ലാം മിനിസ്ട്രി, ഇതെല്ലാം ഈ കംപ്ലീറ്റ് എല്ലാം മിനിസ്ട്രീസ് ആണ്. ഇതെല്ലാം അതായത് എല്ലാ മിനിസ്ട്രികളും ഒരു ബിൽഡിംഗിൽ ഒരൊറ്റ കോമ്പൗണ്ടിൽ ഒരൊറ്റ ക്യാമ്പസിൽ വെച്ചേക്കുക. അത് പ്രസിഡൻഷ്യൽ പാലസ് ആണ്. അത് കാണുന്നത്. ഇത് ഞങ്ങളുടെ പുറകിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ആമസോൺ സ്റ്റാച്ചു ആണ്. ആമസോൺ ലേഡി എന്ന് പറയും. അതായത് ജനറൽ നനിസ്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈറ്റർ ഉണ്ടായിരുന്നു പണ്ടത്തെ അഗോജി പിന്നെ മിലിറ്ററിയിൽ. അഗോജി മിലിറ്ററി എന്ന് പറയുന്നത് ഇവിടുത്തെ ദഹോമ കിണ്ണത്തിന്റെ മിലിറ്ററിയുടെ പേരായിരുന്നു അഗോജി മിലിറ്ററി. അത് ലേഡീസിന്റെ മിലിറ്ററി ആയിരുന്നു. അതിന്റെ ക്യാപ്റ്റനാണ്, ജനറലാണ് ജനറൽ നനിസ്ക. ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ലേഡിയാണ്. കാരണം അവർ ഈ അടിമത്ത സമയത്ത് ഒരുപാട് ഇവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവർ മിലിറ്ററി ചെയ്യുകയും പിന്നെ അടിമത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു ലേഡിയാണ്. അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക, ആദരസൂചകമായിട്ടാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞില്ലേ, ഇത് ആഫ്രിക്കയിലെ 2ാമത്തെ ലാർജസ്റ്റ് പ്രതിമയാണ്. 30 മീറ്റർ നീളം. സെനഗലാണോ? സെനഗലിൽ ഞാനൊരു സ്റ്റാച്യൂല് പോയിരുന്നു. സെനഗലിൽ ഞാൻ പോയിരുന്നു. സെനഗലിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലുതൊരെണ്ണം മുകളിലേക്കൊക്കെ കയറാൻ പറ്റും. ഈ ലേഡിയുടെ ഇതിലാണ് ആ സിനിമ വന്നിരിക്കുന്നത്. വുമൺ കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളിവുഡ് മൂവിയുണ്ട്, വുമൺ കിങ്, ദ വുമൺ കിങ്. അത് വന്നിരിക്കുന്നത് ഈ ലേഡിയുടെ കഥയാണ്. അത് മൊത്തം അത് കാണുന്നവർക്ക് കാണാം, അപ്പം മനസ്സിലാവും. ഈ പ്രതിമയ്ക്കുണ്ടല്ലോ 10 നില ഒരു ബിൽഡിങ്ങിന്റെ പൊക്കമുണ്ട് കേട്ടോ. 10 നില ബിൽഡിങ്ങിന്റെ, അതായത് 30 മീറ്റർ നീളമുണ്ട്. അല്ല സോറി, പൊക്കമുണ്ട്. 30 മീറ്റർ. ഇപ്പൊ ഇതൊരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കുറച്ചപ്പുറത്തായിട്ട് ബയോഗര എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് വേറൊരു ഫ്രീഡം ഫൈറ്റർ, ഇവരെ ഈ അടിമത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത വേറൊരാളുടെ സ്റ്റാച്ചു ഉണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ പിന്നെ നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് പിന്നെ അരുണിമ ഒരു വില്ലേജിൽ പോയില്ലേ, അത് ഒരു വലിയ അട്രാക്ഷനാണ് ഇവിടുത്തെ. അതേപോലെ ഇവിടുന്ന് പോകുന്ന വഴിയിൽ വിത എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വിത എന്ന് പറയുന്നത് ഒരുപാട് ഈ ബീച്ചസ് ഒക്കെ ഉള്ള സ്ഥലം. ബീച്ചസും ഒരുപാട് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്. എനിക്ക് തോന്നുന്നു ആഫ്രിക്കയിൽ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് റിസോർട്ട് ഇവിടെ വരാൻ പോയിട്ട്. ഈ വിതയിലാണ് നമ്മുടെ മറ്റേ ബുദ്ധു ഫെസ്റ്റിവലിന്റെ മെയിൻ പ്രോഗ്രാംസ് നടക്കുന്നത്. നമസ്കാരം. പേര് ഡെന്നിസ്. WMF-ന്റെ കോർഡിനേറ്റർ അവിടെ. പിന്നെ പറഞ്ഞതിന് ഒരൊറ്റ കാര്യം തോന്നുള്ളൂ ഇനി പറയാൻ ഇല്ലാത്ത. ഇവിടെ നമ്മളെപ്പോഴും നമ്മളെ കൺസേൺ സെക്യൂരിറ്റി പ്രോബ്ലം ആണ്. ഇതിപ്പോ UK പോയാൽ വരെ നമ്മള് പേഴ്സ് അടിച്ചു മാറ്റുന്ന റോബറി കാര്യങ്ങള് ഇതൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഏകദേശം ഒരു 10 വർഷമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പെണ്ണുങ്ങൾക്ക് ഒരു രാത്രി 2 മണിക്ക് നടന്നു പോയാലും പ്രശ്നമില്ല, ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു നമ്മളെ നാട്ടിനേക്കാളൊക്കെ ഭയങ്കര ഏരിയ സേഫാണ്. അതേ ഉള്ളൂ. ഇപ്പോൾ ബാക്കിയെല്ലാം അതുപോലെ തന്നെ പൊല്യൂഷൻ ഇല്ല. പിന്നെ നല്ല പച്ചക്കറികൾ, നല്ല ഫ്രൂട്ട്സ്, ഏറ്റവും നല്ല പൈനാപ്പിൾ ഇവിടുത്തെ ആയിരിക്കും.
ഏറ്റവും നല്ല പൈനാപ്പിൾ എന്ന് ഞാൻ കേട്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. കഴിക്കാൻ എല്ലാരും പറഞ്ഞായിരുന്നു. എല്ലാരും പറഞ്ഞിട്ടുണ്ടായി ഭയങ്കര സ്വീറ്റ് ആണ്, വൈറ്റ് കളറിലാണ് വരിക, ഭയങ്കര സ്വീറ്റ് ആണ്, കഴിച്ചു നോക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇവിടുന്നാണ് ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ഉള്ളത്. ഇപ്പൊ ലാസ്റ്റ് ഒരു വിസിറ്റർ വന്നിട്ടുണ്ട് പൈനാപ്പിളിന്റെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരെ ഇതിലും നോർത്ത് ഈസ്റ്റിൽ, നമ്മളെ നോർത്ത് ഈസ്റ്റിൽ എന്തോ ഒരു ഏകദേശം ഒരു വെറൈറ്റി, പക്ഷെ ഇതിന്റെ അത്ര ടേസ്റ്റിലുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ നല്ലൊരു ഇമ്പോർട്ടേഷൻ നടക്കണ്ടേ, ചെയ്യുന്നുണ്ട്. വലിയൊരു പ്ലാൻ ഉണ്ട്. ഹലോ, നമ്മുടെ വുമൻസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ അസോസിയേഷൻ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണല്ലേ ഇവിടെ? അസോസിയേഷൻ രജിസ്റ്റേർഡ് അസോസിയേഷൻ ഇവിടുത്തെ. ഓക്കെ, ഇവിടുത്തെ ഗവൺമെന്റ് രജിസ്റ്റേർഡ് അസോസിയേഷൻ ആണ്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു സോ മച്ച്. അസോസിയേഷന്റെ ഇവിടുത്തെ പ്രസിഡന്റാണ്. ഓക്കെ, ഞങ്ങളുടെയൊക്കെ നാടൊക്കെ എവിടെ അറിയണോ? ആ പറയൂ പറയൂ, ഞാൻ എല്ലാം കൂടെ ചോദിക്കാൻ വിട്ടു പോന്നെയാ. ഞാൻ ശരിക്കും അല്ല, അത് ഞങ്ങളുടെ ഒരു പബ്ലിസിറ്റി ആവശ്യമില്ല. അല്ല, ഞങ്ങൾ ഓരോരുത്തർ പല പല നിങ്ങളുടെ നാട്ടുകാർ പാലക്കാടുകാർ പത്തനംതിട്ട, ഞാൻ ശരിക്കും കൊല്ലം ജില്ലയാണ്. ഇപ്പൊ സെറ്റിലാകുന്നത് ട്രിവാൻഡ്രം. ആ ഓക്കെ, കോഴിക്കോട്. ജോവിൻ അറിയോ? ജോവിൻ ആ അത് ഓൾറെഡി കോട്ടയം. എത്ര ജില്ലകളായിരുന്നു? അതെ, എല്ലാ ജില്ലക്കാരും എല്ലാവരും ഉണ്ടാവും. ഇത് മഞ്ജു മോഹൻ. മഞ്ജു മോഹൻ ചെങ്ങന്നൂര്. മഞ്ജു മോഹൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കും, നന്നായിട്ട് പരിപാടി ഉണ്ടാക്കും. നമ്മുടെ ഉല്ലാസവേളകളിൽ ഞങ്ങൾക്ക് പരിപ്പോടയും പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇവിടെ ബെനിനിൽ വരുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാച്യു ആണ് കേട്ടോ, ഈ ആമസോണയുടെ സ്റ്റാച്യു. പിള്ളേരൊക്കെ നോക്ക്, ഫുള്ള് ഇത് സ്കൂളിൽ നിന്ന് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. എനിക്ക് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കണമെന്നുണ്ടായി. വീഡിയോ എടുത്ത് നോക്ക്. അടിപൊളിയാട്ടോ, പിള്ളേരെല്ലാരും ഒരാള് കൂടിയാ പിന്നെ എല്ലാരും കൂടെ കൂടും. ഞങ്ങൾ ഒരു വില്ലേജ് ഉണ്ട്. ഞങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ വില്ലേജ് അഡോപ്റ്റ് ചെയ്യും. ഞങ്ങൾ ഒരു വില്ലേജിൽ ഞങ്ങൾ ഇതിലൊക്കെ നോക്കിയാൽ 24 വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോ വില്ലേജിൽ പോയിട്ട് ഓരോ വില്ലേജിൽ പോയിട്ട് അവിടെ വെള്ളമില്ലാത്ത വില്ലേജുകളുണ്ട്. അവിടെ നമ്മുടെ അസോസിയേഷൻ കിണർ കുത്തി കൊടുക്കും. കഴിഞ്ഞ തവണ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നവംബർ 1-ാം തീയതി കേരളപ്പിറവിയില് ഞങ്ങൾ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിൽ ഇവിടെ ഇതില്ല, കറണ്ടില്ല. അപ്പൊ കുട്ടിക്ക് രാത്രി ഞാൻ പഠിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അവിടെ ഞങ്ങൾ ഒരു 15 വീട് ഇലക്ട്രിഫിക്കേഷൻ ചെയ്തു, സോളാർ വെച്ചിട്ട്. അതിന്റെ സെക്കൻഡ് ഫേസ് ഇപ്പൊ ചെയ്യാതിരിക്കുക. അതിന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ സെക്കൻഡ് ഫേസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ വില്ലേജിൽ പോകായിരുന്നു. അവിടെ പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫീല് ആഫ്രിക്ക എന്താണ് എന്നുള്ളത് മനസ്സിലാകും. നല്ല കാര്യം, അങ്ങനെ ചെയ്യുന്നല്ല. നല്ല നമ്മൾ ഈ നാട്ടിൽ വന്ന് നിൽക്കുമ്പോ അവരെ ഹെൽപ്പ് ചെയ്യണ്ടേ, നല്ല കാര്യമാണ്. ടോഗോ WFM അവിടെ കണ്ടു വെച്ച് കൊടുത്തായിരുന്നു ഒരു വില്ലേജില്. അവിടെയൊക്കെ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മള് മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. അതെ അതെ അതെ, എവിടെയാണോ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷ, നമ്മളെ നാട്ടിലുള്ള ഓട്ടോറിക്ഷ തന്നെയാണ് സെയിം. കാരണം എന്താണെന്ന് വെച്ചാൽ സെയിം ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ബജാജിൻ്റെ ഇതാണ്. ഇപ്പോൾ ഈ മലയാളീസൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബജാജിൻ്റെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെയൊക്കെ കൺട്രി ഹെഡും അങ്ങനെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടോ. അപ്പോൾ അവരുടെ തന്നെ ഓട്ടോ ഉണ്ടോ, അതുകൊണ്ട് ഞാൻ കൈ കാണിക്കുന്നത്. ചുമ്മാ ഞാൻ അതിൽ കയറിയിട്ട് ഒരു റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ച്. നാട്ടിലെ ഞാൻ ആക്ച്വലി ഓട്ടോയിലൊന്നും കയറാറില്ല കേട്ടോ. ഇനി റൈറ്റും ലെഫ്റ്റും ഓപ്പൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഹായ്, ബൈ ബൈ. അതെ, പോവാ. ചുമ്മാ അതിൽ കയറിയിട്ട് കറങ്ങാന്ന് വിചാരിച്ച്. ഇവരൊക്കെ അതിൽ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്, ഈ ബജാജിൻ്റെ. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാണാം. ബൈക്കാണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമേ. എല്ലാം നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ, കാണാം. ഓക്കെ, നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. നമ്മൾ തിരിച്ച് ടോഗിലേക്ക് തന്നെ പോവാണ്. ബൈ ബൈ, താങ്ക് യു. ബൈ ബൈ, എല്ലാവരും ഉണ്ട്. തിരിച്ച് ടോഗോയിലേക്ക് തന്നെ നമ്മളിന്ന് പോകും. എന്നിട്ട് ഇന്ന് ഞാൻ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. ബെനിനിൽ ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നില്ല കേട്ടോ. ഈ പിള്ളേരുടെ ഒക്കെ ഡ്രസ്സിങ് കണ്ടോ, നല്ല രസമാണ്, കളർഫുള്ളായിട്ട്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ ഒരേ കളറായിരിക്കും. ടോപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും താഴത്തെ ഉണ്ടാവുക കേട്ടോ. അത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനത്തെ വെറൈറ്റി ഡ്രസ്സുള്ളത് ഞാൻ ഇങ്ങനത്തെ മേടിക്കാൻ വേണ്ടി നിന്നാ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നും എനിക്ക് അത്ര ഉണ്ടായില്ല കേട്ടോ. ബൈ ബൈ. ഡാൻസ് കളിക്കുന്നൊക്കെ
ഞാനൊന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാരും കൂടെ പൊതിയേ. അത് വേറെ ഏതാ ഡാൻസ്, ഏതാ മൂഡ്, ഫുള്ള് ഡാൻസ്. ഡാൻസ് കളിക്കുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു മാസി പൊക്കോ ബൈ ബൈ. കണ്ടാ പിള്ളേരിങ്ങനെ ഒന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിടൂല, ഇവര് പിടിച്ചു വലിക്കും. അതാണ് നല്ല സ്നേഹമാണ്, പാവാണ് പിള്ളേർ. അങ്ങനെയാണ് ആഫ്രിക്കയിൽ പൊതുവേ പിള്ളേർ അങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോക്കായി നമ്മള്. ആരിലും അസോസിയേഷന്റെ WMF ബെനിന്റെ അവരാണ് കേട്ടോ എനിക്കിത് ഗിഫ്റ്റ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബോർഡറിലേക്ക്. നമ്മള് ടോഗോ ബോർഡറിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 2 hours ഉണ്ടാവും. ഇവിടെ നമ്മള് ഇളനീര് കുടിക്കാൻ വേണ്ടി വന്നിട്ടാ. ഇവിടെ 200 സിഫയാണ് ഇതിനുള്ളൂ. താങ്ക് യു. ഞാൻ സെനഗലിലല്ല 2000 സിഫയ്ക്ക് എങ്ങാണ്ടാണ് ഇതെല്ലാം കഴിച്ചത് കേട്ടാ. അവിടെ എന്താ ഇത്ര എക്സ്പെൻസീവ്? അവിടെ എക്സ്പെൻസീവ് ആണ് പൊതുവെ, മനസ്സിലായി. ഇവിടെ ഇവള് വരെ നടക്ക് 150 വരെ കിട്ടും എന്ന് പറയുന്നത്. 150 വരെ അവള് കുടിച്ചിട്ടുണ്ട്. ഫൈനലി നമ്മള് തിരിച്ച് ടോഗോലെത്തിയിട്ടുണ്ട്. മിണ്ടാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞ അല്ലേ. ത്രോട്ട് പെയിൻ അല്ല, ഈ സൗണ്ട് എല്ലാം പോയിട്ടുണ്ട് കേട്ടാ. എനിക്ക് ഉറക്കം കൂടി ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ അതവിടെ വേറെ മലയാളീസ് ഒക്കെ ഉണ്ട് കേട്ടാ. ഹായ് എന്തിന്റെ വിശേഷം? ഓക്കെ ഓക്കെ സെയിം ടു യു. സോ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നെയാണ്. നല്ല വിശക്കുന്നുണ്ട്. ഫിഷ് എനക്കെന്താ. ഹലോ നിതിൻ, എന്താണ് വിശേഷം? ഹൗ ആർ യു? ഇതെന്താ പേര് പറഞ്ഞ്? ഇത് പോസോം ബ്രൈസ് അവയ്ക്ക് അച്ചേക്ക്. ഞാൻ അച്ചേക്കനാന്ന് കഴിച്ചു. ഇവിടെ പോസോം ബ്രൈസ് അവയ്ക്ക് അലോക്കോ, നമ്മുടെ പഴം പൊരിച്ചത്. അതോ ഇത് അതേമേ ഒരു ലോക്കൽ. ഇതിന്റെ കറി വന്നിട്ടില്ല, കറി ഇപ്പൊ വരും. ഇത് ചോളമാണ്, ചോളം കോണ് വെച്ചിട്ടുണ്ടാക്കിയാണ്. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാണ് വന്നിട്ടുള്ളത്. ഇതെന്താണ് ഇതിനുള്ളത്? ബീഫാ? ഇതിനകത്ത് ഫിഷ് ഉണ്ട്, ഞണ്ടുണ്ട്, ബീഫ് ഉണ്ട്, മുളകുണ്ട്, ചീര മിക്സ് ആയിട്ട്. പിന്നെ ഇവിടെ ലോക്കല് സ്പിനാഷ് അല്ല, വേറെ ലോക്കല് ചില ഇലകളോട് മിക്സ് ആയിരിക്കും. ഇതെന്റെ ടെഡിയാണ് കേട്ടോ, ടെഡിക്കുട്ടനാണ്. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ടെഡീനൊന്നും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ. ഇത് ഇവിടുത്തെ ടെഡിയാണ്. ഇത് സ്വീറ്റ് ആയിട്ടുള്ള ടെഡിയാണ്. ചൗ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡാണ് കേട്ടോ. സിംഹം പോലെയാണ് ഇതിരിക്കുക. പക്ഷെ ഇതിന് ഇവിടെ ഭയങ്കര ചൂടല്ലേ, ചൂട് ഇതിന് തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ചൂട് സഹിക്കാൻ പറ്റും, കാരണം ഇത്രയും രോമമുള്ളതല്ലേ. തണുപ്പിലാണ് ഇതിന് പറ്റുള്ളൂ. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് ഇതിൻ്റെ രോമൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല സിംഹം പോലെ, സിംഹം കുട്ടീനെ പോലെ ഇരുന്നേനെ. ഭയങ്കര ക്യൂട്ടും ഭയങ്കര പാവമാണ് കേട്ടോ. 2-3 നേരമൊക്കെ കടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കുഴപ്പമില്ല, ഞാൻ വന്നപ്പോൾ ഒക്കെ കുറയ്ക്കുന്നുണ്ടായി. പക്ഷെ അതിനുശേഷം പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. കുറേ നേരം ഞാൻ അവിടെ ടെഡീനെയൊക്കെ കളിപ്പിച്ചിരുന്നു. നല്ല ടയർഡാണ്, ഫുൾ ഓട്ടത്തിലായിരുന്നു. എൻ്റെ സൗണ്ട് വരെ പോയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ടയർഡായിട്ടാണല്ലോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ടൈം എനിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നാളെയും ഫുള്ള് ട്രാവൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം സമയമില്ല, എന്നാലുള്ള സമയം ഉറങ്ങണം. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.